ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ചീരക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ച് നല്ലൊരു വളം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വീട്ടിൽ ഉള്ള വെജിറ്റബിൾസിൻ്റെ ഉള്ളിത്തോല്, അതുപോലെ വെളുത്തുള്ളിയുടെ തോല്, ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കഞ്ഞി വെള്ളം, നമ്മൾ ചോറ് വെച്ചിട്ട് ഊറ്റി വെക്കുന്ന വെള്ളം, തണുത്ത വെള്ളമായിരിക്കണം, അത് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കാം. പിന്നെ ഞാൻ എടുക്കുന്നത് കടല പിണ്ണാക്കാണ്. ഇതും ഞാനൊരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ കുറച്ച് പാടയെല്ലാം ഉണ്ട്, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരാഴ്ചത്തേക്ക് ഇതുപോലെ അടച്ച് സൂക്ഷിച്ചതാണ് ഞാൻ ഈ വെള്ളം. അപ്പോൾ ഇതിൽ പച്ചക്കറിയുടെ നമ്മൾ കറി വെക്കാൻ മുറിച്ചിടുന്ന എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരാഴ്ച പഴത്തിൻ്റെ തോല്, അതുപോലെ ഉള്ളിത്തോലാണ് അധികവും ഉള്ളത്, അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി പുളിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കണം. ഇത് ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇട്ട് വെച്ചതാണ്. ഇതുപോലെ എപ്പോഴും 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കും. ശരിക്കും ചാണകത്തിലാണ് പുണ്ണാക്ക് പുളിപ്പിക്കേണ്ടത്. ചാണകം ഇവിടെ കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിക്കുന്നത്. ഇതുപോലെ ഒരാഴ്ച മുന്നേ പുളിപ്പിച്ച പുണ്ണാക്കാണിത്. അപ്പോൾ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റിൻ്റെ കഞ്ഞിവെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്ത് പുളിപ്പിച്ചത് ഇതുപോലെ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ വേസ്റ്റ് നമുക്ക് നമ്മുടെ ഇതിൻ്റെ വെണ്ടയോ പയറോ നട്ടതിൻ്റെ തടത്തിലിട്ട് മണ്ണിട്ട് മൂടി കൊടുത്താൽ നല്ല വളമായി മാറും. അപ്പോൾ ഈ പുണ്ണാക്കും കൂടി ഞാൻ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് ഒരാഴ്ച മുന്നേ പുളിപ്പിച്ച് വെച്ചതാണ്. ഇതും കൂടി ഒരു പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചീരയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ചീര പാവിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ഏകദേശം ആവുന്നു. ഇത് പൊടിച്ചു വരാൻ തന്നെ 3 ദിവസം വേണം. ഇതിപ്പോൾ ഒരാഴ്ച, 1.5 ആഴ്ചയായ ചെറിയ തൈയാണ്. ഇതിലേക്കാണ് ഞാൻ നമ്മളെ വെളുത്തുള്ളിയും ഉള്ളിയും അതുപോലെ പുണ്ണാക്കും കഞ്ഞിവെള്ളവും ഒക്കെ കൂടി ചേർന്ന മിശ്രിതം ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതിന് വേറെ ഒരു വളവും ഇട്ട് കൊടുക്കുന്നില്ല. ഇതുപോലെയുള്ള ജൈവവളങ്ങൾ മാത്രം ആണ് ചേർത്ത് കൊടുത്തത്. ശരിക്കും ചാണകത്തിൽ പുണ്ണാക്ക് പുളിപ്പിച്ച് കൊടുത്താൽ വേഗം തന്നെ നമ്മുടെ ചീരയൊക്കെ ഉഷാറായി വരും. പക്ഷെ കഞ്ഞിവെള്ളത്തിലായാലും നല്ല ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജൈവ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളം ആണിത്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4-5 ദിവസം കഴിയുമ്പോഴേക്കും ചീര ഇതുപോലെ നന്നായി വളർന്നു വരും. ഞാനിവിടെ പച്ചച്ചീരയും ചുവന്ന ചീരയും ഇടകലർത്തിയാണ് നട്ടത്. ചീരയ്ക്ക് വരുന്ന ഇലപ്പുള്ളി രോഗം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ പാവി കൊടുത്തത്. ഇത് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഒഴിച്ചു കൊടുത്ത പുണ്ണാക്കും കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷമുള്ള ചീരയാണിത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചീരയൊക്കെ പാകുന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയാൽ നമുക്ക് നല്ല നാടൻ പച്ചക്കറിയും അതുപോലെ നാടൻ വിഷമയമില്ലാതെ ചീരയും കഴിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.